ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശബരി റെയിൽപാതയ്ക്ക് കോതമംഗലം മേഖലയിൽ സ്ഥലം അക്വയർ ചെയ്തവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ്. സ്ഥലം അക്വയർ ചെയ്തതിനാൽ സ്ഥലം വിൽക്കുന്നതിനോ പണയപ്പെടുത്തുന്നതിനോ ഇവർക്ക് സാധിക്കുന്നില്ല. കോതമംഗലം മേഖലയിൽ വെണ്ടുവഴി വിളയാൽ ഭാഗത്തുള്ളവർ കടക്കണിയിലും ജപ്തി ഭീഷണിയിലുമാണ് കഴിഞ്ഞ 27 വർഷമായി കഴിയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? 1997-98 കാലത്താണ് ഈ അങ്കമാലി ശബരി റെയിൽ പാതയ്ക്ക് കേന്ദ്ര അനുമതി കിട്ടുന്നത്. തുടർന്ന് വർഷങ്ങളോളം ഇത് യാതൊരു നടപടികളും ഇല്ലാതെ കിടക്കുകയായിരുന്നു. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് വേളകളിലും ആളുകൾ ഈ സ്ഥലം അളക്കുന്നതിനും അവരുടെ ചെയിനും മറ്റുമായിട്ട് വരും. അങ്ങനെ കാലങ്ങൾ കഴിച്ചുകൂട്ടി. ഒടുവിൽ 2005 ഇതിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 1234 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 97-98 കാലത്ത് ഇതിന്റെ എസ്റ്റിമേറ്റ് തുക 550 കോടി രൂപ മാത്രമായിരുന്നു. പിന്നീട് 2015 ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 1566 കോടി രൂപയായിട്ട് വീണ്ടും ഉയർന്നു. ഇങ്ങനെ അടിക്കടി ഈ പദ്ധതിയുടെ ചിലവ് വർദ്ധിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനൊരു മാനദണ്ഡം കൊണ്ടുവന്നു. അതായത് ഇനി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ 50% ഇതിന്റെ ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് 2012 കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതോടുകൂടി സംസ്ഥാന സർക്കാർ ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചർച്ചയിന്മേൽ വീണ്ടും വൈകിപ്പിച്ചു. തുടർന്ന് ജനങ്ങളുടെ സംയുക്ത സമര സമിതിയുടെയും ഇടപെടലിനെ തുടർന്ന് 2016 MOU ഒപ്പുവെച്ചു. MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇതിന്റെ ചെലവ് പങ്കിടുന്നത് സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രമായിട്ടും ഒപ്പുവെച്ചു. പക്ഷെ 2 മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ഈ MOU ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത്. കാരണം ഭരണം മാറി, അടുത്ത സർക്കാർ വന്നപ്പോൾ ഇത് പറ്റില്ല എന്നും പറഞ്ഞ് മാറി. ഇപ്പോ 3800 കോടി രൂപയുടെ മേളിലാണ് ഈ പദ്ധതിയുടെ ചെലവ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇനി നടക്കാനുള്ള സാധ്യത ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പുതിയ ചില നിർദ്ദേശങ്ങളുമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എതിർപ്പുകൾ രൂക്ഷമാകുന്നത്. കേന്ദ്രം പറയുന്നത് ഇതിപ്പോ സിംഗിൾ ലൈനാണ്, ഇത് ഡബിൾ ലൈനായിട്ട് മാറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും സർവേ വേണം, ലാൻഡ് അക്വിസിഷൻ നടപടികൾ പുതിയതായിട്ട് വേണം. അപ്പോൾ അത് വീണ്ടും വൈകുന്ന തരത്തിലേക്ക് പോകുന്നു. അത് ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള ഈ ഇതിന്റെ ഭൂ ഉടമകൾക്ക് ഇത് വലിയ കടുത്ത ഭാരിച്ച ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ കടമെടുക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കാരണം കടമെടുപ്പ് പരിധിയുടെ മേളിലാണ് ഇപ്പൊ സംസ്ഥാനം. അതുകൊണ്ട് അതിന്റെ പരിധി ഉയർത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അതിനും വഴങ്ങുന്നില്ല കേന്ദ്ര സർക്കാർ. ഇങ്ങനെ ആകെ കൂടി ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അപ്പോ ഇനി ആകെ ചെയ്യാനുള്ളത് ഞങ്ങൾക്ക് പദ്ധതി വേണ്ടെന്ന് വെക്കാനുള്ള ഒരു തീരുമാനം എത്രയും വേഗം സർക്കാർ തീരുമാനിക്കണം. ഞങ്ങളിത് പറഞ്ഞ് മടുത്ത ഒരു കാര്യമാണ്. ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ആയിട്ട് ഞങ്ങൾ വിഷമിക്കുകയാണ്. ഇത് വളരെ സാധാരണക്കാരും BPL ലിസ്റ്റിൽപ്പെട്ട ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തൂടെ മാത്രമാണ് ഈ ലൈൻ പോകുന്നത്. ആയതുകൊണ്ട് സംസ്ഥാന സർക്കാർ എത്രയും വേഗം ഈ പദ്ധതി ഉപേക്ഷിച്ചതായിട്ട് ഒരു വിജ്ഞാപനം ഇറക്കി ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മേഖലയിൽ ആർക്കെങ്കിലും നഷ്ടപരിഹാരം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നഷ്ടപരിഹാരം ആകെ ലഭിച്ചിരിക്കുന്നത് മറ്റൂര് ചേലാമറ്റം ഭാഗമാണ്, പെരുമ്പാവൂരിന്റെ കീഴിൽ വരുന്ന സ്ഥലത്താണ്.
അവിടെ നിരവധി പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നഷ്ടപരിഹാരവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്? എന്റെ കഷ്ടം വീഴാറായി. ഇനി അതിൽ കൂടുതൽ ഇനി എന്നാ വെറുതെ കിടന്ന് ഞാൻ മരിക്കാനായി. ഇതൊന്നുമില്ല ഇനി വേണ്ടെന്ന് വെക്കണം. അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഉണ്ടാക്കണം. വീട് വെച്ച് എവിടെയെങ്കിലും തല ചായ്ക്കണമല്ലോ. എന്നിട്ട് ഈ തന്നെ പെയിന്റിന്റെ ഇതും കൂടെ നിൽക്കണത് അപ്പടി ചോദ്യം പാത്രം എടുത്ത് ചോദിക്കാൻ മഴ പെയ്യുന്നു. ഒന്നുമില്ല ഇത് വേണ്ടെന്ന് വെക്കണം. അല്ലെങ്കിൽ നഷ്ടപരിഹാരം. ഇതെന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇത് എത്ര വർഷങ്ങളായി ഇങ്ങനെ ഈ പാടുപിടിക്കുന്നത്? ഒരു പണത്തൊരു കെട്ടിടം കഴിഞ്ഞ് നമുക്കൊന്ന് കിടക്കാൻ പറ്റുമോ? എങ്ങനെയാ എന്തോരം നാളുകളായി ഇതിങ്ങനെ പറച്ചിൽ തുടങ്ങിയിട്ട് എന്തിനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു ഈ സർക്കാർ? വേണ്ടാന്ന് വയ്ക്കാന്നല്ലേ? അല്ലെങ്കിൽ വണ്ണം ഒന്നുമില്ലെങ്കിൽ വണ്ണം, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കണം. ഇത് രണ്ടെങ്കിലും തീരുമാനിക്കണം ഗവൺമെന്റ്. ഏത് ഗവൺമെന്റ് ആയാലും ശരി ഇത് തീരുമാനിച്ചില്ലെങ്കിൽ ജീവിക്കാൻ നിവർത്തിയില്ല, കിടക്കാൻ നിവർത്തിയില്ല. എല്ലാവർക്കും പണയം വയ്ക്കാൻ പറ്റുമോ? ഒരു സൊസൈറ്റിയിൽ പണയം വെച്ച് പൈസ മേടിച്ച് തരാനാക്കാൻ പറ്റുമോ? ആരെങ്കിലും കടം തരുമോ? ഈ കൂലിവേല പണിക്കാർ വന്നാ കാണിക്കുന്നു. ഇപ്പൊ കൂലിവേല ഉണ്ടോ? ഇപ്പൊ എവിടെയാ കൂലിവേല? ഇപ്പൊ കൂലിവേല ഇല്ല. പിന്നെ എന്റെ മോന് ഈ പെയിന്റിങ്ങിന് നടക്കണമായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് മാത്രം. ആരാണ് 10 പൈസ കിട്ടാനില്ല. 2 പിള്ളേർ പഠിക്കുന്നു. എന്നാ ചെയ്യണം? പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ലോൺ എടുക്കാൻ പറ്റുമോ? ലോൺ എടുക്കാൻ പറ്റിയില്ല. ലോൺ എടുക്കാവുള്ളൂ. ഈ പണം കൊണ്ടുന്ന പൈസയിലും നല്ലോണം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ? ഈ പൈസ കൊണ്ട് കൊടുക്കണ്ട. ചുമ്മാ പഠിപ്പിക്കുവോ? ഇന്നത്തെ കാലത്ത് പഠിത്തമില്ലാണ്ട് ഒരു തൊഴിൽ കിട്ടുമോ? അതില്ല. തൊഴിലുണ്ടോ? അപ്പൊ കൂലിപ്പണിക്കാർക്ക് തൊഴിലില്ല. ഇത് എന്റെ മൂത്തവനെ അറിയാത്തിരിക്കും. അതിനുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. അത് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഒന്നും വേണ്ടാന്ന് വയ്ക്കണം. അല്ലെങ്കിൽ വന്നം റെയിൽവേ വന്നം, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കണം. ഇത് രണ്ടിലൊന്ന് തീരുമാനിക്കണം. അത്രയും എനിക്ക് ഈ പറയാൻ. ഞാൻ പറഞ്ഞു വിഷമിച്ചു. ഇങ്ങനെ നിങ്ങൾ വന്ന് ഇരിക്കുന്നു. എന്താ ചെയ്യാൻ? നിങ്ങളോട് ഇങ്ങനെ പറയല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ലോണൊന്നും കിട്ടൂല. ഒരു പെൺപിള്ളേരുണ്ടെങ്കിൽ അതിനൊന്ന് പണയം വെച്ച് ആ ഭൂമി ഒന്ന് പണയം വെച്ച് കെട്ടിച്ചു വിടാൻ പറ്റുമോ? ആരെങ്കിലും എടുക്കുവോ? കെട്ടിടം നന്നാക്കാനൊന്നും ഒരു മൂലെങ്കിലും 3 സെന്റ് സ്ഥലമെങ്കിലും 10 സെന്റ് സ്ഥലമെങ്കിലും 3 സെന്റ് സ്ഥലമെങ്കിലും വിറ്റ് കെട്ടിടം പണിയാൻ പറ്റുമോ? പിള്ളേരെ കെട്ടിച്ചിടാൻ പറ്റുമോ? പഠിപ്പിക്കാൻ പറ്റുമോ? പണിതാ ഭക്ഷണം കഴിക്കുന്ന നേരം കിട്ടണം. പിന്നെ ഈ റേഷൻ കിട്ടുന്നത് അങ്ങ് കഴിഞ്ഞു പോകും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറച്ചിൽ നിർത്തി വരുന്നു. ഇനി പറയാനൊന്നുമില്ല. ഒന്നും പറയാനില്ല. ഇനി പറയാനുള്ള എത്ര പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. എന്താ ഫലം കിട്ടിയേ? കരഞ്ഞ് പിഴിഞ്ഞ് പറഞ്ഞില്ലേ? ഇനി എന്നാ പറയണേ? ഇനി ഒന്നും പറയാനില്ല. എനിക്കിനി ഒന്നും പറയാനില്ല. ഒന്നുമില്ലേ വേണ്ടാന്ന് വയ്ക്കണം. അല്ലെങ്കിൽ വേണം. ഈ പാത വരുന്നതിൽ ആർക്കും എതിർപ്പില്ല. ഈ കാലതാമസത്തെ കുറിച്ച് മാത്രമല്ലേ നിങ്ങൾക്ക് പറയാൻ എതിർപ്പുള്ളൂ? എതിർപ്പില്ല. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ നീങ്ങണം. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കാര്യം നടക്കുന്നില്ല. സ്ഥലം വിൽക്കാനാണ് ആൾക്കാർ ചോദിക്കണേ. നിങ്ങളുടെ സ്ഥലം റെയിൽവേ വരുവല്ലേ, ഞങ്ങൾ എങ്ങനെ എടുക്കണേ? ഞങ്ങൾ ഈ പകുതി ഒരു നിസ്സാര പൈസ തന്നിട്ട് വേണം ഞങ്ങൾക്ക് അത്ര സ്ഥലം തന്നേരെ എന്ന ആൾക്കാരെ നമ്മളോട് ചോദിക്കണം. അങ്ങനെ ഒരാൾക്ക് ചുമ്മാ വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഇറങ്ങാനാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നേരത്തെ ആക്കണം, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒരു അക്ഷരം നമുക്ക് പറയാനില്ല. ഇപ്പൊ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ലോൺ വെച്ച് വീട് വെക്കാന്ന് വെച്ചാൽ നാളെ ഇതുപോലെ ആൾക്കാർ വരും. ആ വീട് വെക്കണ്ട, നിങ്ങൾ പൊളിച്ചു കളയണം, ഇന്നപോലെ ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ വെക്കണ്ട എന്നൊക്കെയാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മളോട് വീട് വെക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എത്ര കാലം വെക്കാണ്ടിരിക്കും? എത്ര കാലം നമ്മൾ വീട് വെക്കാണ്ടിരിക്കും? ആ വീട് പൊളിഞ്ഞാടിയിട്ട് നമ്മൾ വീട് വെച്ചാൽ മതിയോ? അതിനൊക്കെ നമ്മുടെ സർക്കാരിൽ നിന്ന് വേണ്ട നടപടി ഉണ്ടാവണം. ഇത്രയും പറയാം. അപ്പൊ അടിയന്തരമായിട്ട് എന്താ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എത്രയും വേണ്ടുന്നത് ഒന്നിൽ വേണ്ടെന്ന് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാക്കാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ നീക്കണം. ഞങ്ങൾക്ക് റെയിൽവേ വന്നാലും വിരോധമില്ല, വന്നില്ലെങ്കിലും വിരോധമില്ല. ഞങ്ങൾക്ക് ഈ ഇത്രയും സ്ഥലം പലിശയുടെ അതിന്റെ പലിശയും കൂടെ കൂട്ടി വെച്ച് ഞങ്ങളെ ഉറക്കം കെടുത്തി കളഞ്ഞേക്കുവാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കിടന്ന ഉറക്കം വന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് ഈ ഇത് പലിശയും ഒക്കെ കിഴിച്ച് ഉള്ള കാശ് ഞങ്ങൾക്ക് ഈ റെയിൽവേ വരുന്നവരെ നിർത്തി തന്നെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നെ. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരാണ്ട് പറ്റൂല. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗവും ഇല്ല. ഞങ്ങൾ എന്നെ ചെയ്യണേ?
മരുന്ന് 30 ദിവസം 35 ദിവസവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണ ഞങ്ങളാ. ഇതൊക്കെ ഞങ്ങളുടെ ബാധ്യതപ്പെട്ടതാ. ഞങ്ങളെ കൊണ്ട് കഴിവില്ല. അതുകൊണ്ടാ ഞങ്ങൾ പറയണ. ഒന്നുമില്ല, പലിശയുടെ പലിശ എല്ലാം തീർത്ത് റെയിൽവേ വരുന്നവരെ സാവകാശം തന്നെ അതിനുള്ള നഷ്ടപരിഹാരവും തന്നെ. 27 വർഷം ഞങ്ങൾ നോക്കിയിരുന്നു. 27 വർഷം കൊണ്ട് ഞങ്ങള് മൊത്തം അടിയിൽ പോയി. വീട് മുഴുവൻ ചോരും. ഇത് നന്നാക്കാൻ ഇരിക്കുക. കാരണം ഇത് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുക. വീട് മുഴുവൻ ചോർന്നൊലിച്ചിട്ട് കിടക്കപ്പൊഴിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ. അത് അവിടുന്ന് കനിവോർത്ത് ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിച്ച് ഞങ്ങളെ രക്ഷിക്കണം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ ശബരിപാത വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് പറയാമോ? നോക്കാൻ ആരുമില്ല. എന്നെ കൊത്തിട്ട് പോയി. അതുകൊണ്ട് ഇവിടെ ആരുമില്ല മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെ കിടക്കണം? എന്ത് ചെയ്യും? ഇന്ന് പോയ വാരി നോക്കാൻ ആരുമില്ലോ. ഈ ശബരിപാതയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ പോയതിനു ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പറയാമോ? ഈ ശബരി റെയിൽപാത എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ശപിക്കപ്പെട്ട റെയിൽവേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രായമായവരും, എൻ്റെ ഭർത്താവ് സുഖമില്ലാത്തതും പ്രായമായ 2 അമ്മമാരുണ്ട്. അവർക്ക് മരുന്ന് മേടിക്കണം, ഭർത്താവിന് മരുന്ന് മേടിക്കണം. മകളെ വിവാഹം ചെയ്യാനായിട്ട് പൈസ സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് അതിന്റെ പലിശ തന്നെ ഒരു 50 ലക്ഷം രൂപയെങ്കിലും പലിശ അടച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിപ്പോ റെയിൽവേ വരുന്നെങ്കിൽ വരട്ടെ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഇത് ശപിക്കപ്പെട്ട റെയിൽവേ ആണ്ട് ഒരു കാരണവശാലും വരുമെന്ന് തോന്നണില്ല എനിക്ക്. ദൈവത്തിന്റെ മുമ്പിൽ ശപിക്കപ്പെട്ട റെയിൽവേ ആണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 1 ഏക്കർ 65 സെന്റ് സ്ഥലമുണ്ട്. ആ 3 സ്ഥലത്തും കൂടി കല്ലിട്ട് പോയിരിക്കുന്നതാണ്. ഒരു സ്ഥലമാണെങ്കിലും വിറ്റ് ഞങ്ങൾക്ക് ജീവിക്കായിരുന്നു, മരുന്ന് മേടിക്കായിരുന്നു. ഇത് അതിനും സാധിക്കണില്ല. ഇത് 65-70 വയസ്സ് പ്രായമായ ഒരു ഭവനമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് ഏത് നിമിഷവും വീഴാം. കാരണവന്മാര് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ 10 ലക്ഷം തന്നിട്ട് വല്ല പ്രയോജനമുണ്ടാ? അങ്ങനെ ഒരു മനുഷ്യജീവന് വിലയുണ്ട്. പണത്തിനും വിദ്യാഭ്യാസത്തിനും ഒരു വിലയും ഞാൻ കാണുന്നില്ല ദൈവത്തിന്റെ മുമ്പിൽ. മനുഷ്യന്റെ ജീവനെയാണ് വില. അല്ല ശബരി റെയിൽപാത ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ റെയിൽപാത. ഒരു കാരണവശാലും ആ ശപിക്കപ്പെട്ട റെയിൽവേ വരികയെന്ന് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ പറയുകയാണ്. ശാപം കിട്ടിപ്പോയി അതിന്. ദൈവം എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്ന ഒരാൾ മാത്രമേ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ജീവിക്കണം. ഏത് നിമിഷവും ഈ ഭവനം ഇടിഞ്ഞു വീഴാം. അതുകൊണ്ട് നിങ്ങൾ നഷ്ടപരിഹാരമായിട്ട് 50 ലക്ഷം രൂപയെങ്കിലും തന്നെ. ഏതെങ്കിലും കാലത്ത് റെയിൽവേ വന്നോ? വന്നെങ്കിൽ വരട്ടാണ്. നിങ്ങൾ റെയിൽവേ ഓടിച്ചോ? ഞാൻ റെയിൽവേ മന്ത്രിക്ക് വിട്ടു, പിന്നെ മുഖ്യമന്ത്രിക്ക് വിട്ടു, പ്രധാനമന്ത്രിക്ക് വിട്ടു. എല്ലാ മന്ത്രിമാർക്കും ഞാൻ ലെറ്റർ അയച്ചു, പരാതി പറഞ്ഞു. എല്ലാവരും മറുപടിയായിട്ട് സാവകാശം തരാം, സൊസൈറ്റിയിൽ നിന്ന് ഇത്തിരി പൈസ എടുത്തു, അതിന് സാവകാശം തരാം. എങ്കിലും ഞങ്ങൾ 50 ലക്ഷത്തിന്റെ നഷ്ടപരിഹാരമാണ് ഇപ്പൊ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട്. ഭർത്താവിന് ഹാർട്ടിന്റെ രോഗിയാണ്, 100 മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രായമായ 94-ഉം 85 വയസ്സുമായ കാരണന്മാർ 2 പേരുണ്ട്. ഭവനം ഏത് നിമിഷവും വീഴാം. ഏതെങ്കിലും ഒരു 7 സെന്റ് ഇവിടെ സ്ഥലത്തിന് 3 ലക്ഷം രൂപ വരെ 7 സെന്റിന് പറയുന്നുണ്ട്. കല്ലിട്ടത് കാരണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മരുന്നെങ്കിലും മേടിക്കാമല്ല. ഇത് റേഷനും ചെയ്യല. ഒന്നും തരാത്ത ജീവിതത്തിലേക്ക് ഒന്നെങ്കിൽ ഈ കാരണന്മാർക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് ഒരു 50 ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം തന്നെ ഏതെങ്കിലും സമയത്ത് വേണമെങ്കിൽ റെയിൽവേ വന്നോട്ടെ. പക്ഷെ ശബരി റെയിൽപാതയ്ക്ക് കല്ലിട്ട് പോയിട്ട് പിന്നെയും രണ്ടും കേന്ദ്രവും പിന്നെ കേരളവും തമ്മിൽ തല്ല് കൂടിക്കൊണ്ട് ഇങ്ങനെ ഇനിയും 50 വർഷം കഴിഞ്ഞാൽ ഇത് നടക്കൂല. ഞാൻ തീർത്ത് പറയുകയാണ്. ദൈവത്തിന്റെ മുമ്പിലേ ഞാൻ പറയുന്നത്. ഇത് വേറെ ആരുടെ മുമ്പിൽ, പിശാചിന്റെ മുമ്പിലല്ല ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും ഏത് മന്ത്രിമാര് നോക്കിയാൽ ഇത് നടക്കാൻ പോണില്ല. 2 റെയിൽപാത ആദ്യം 1 പറഞ്ഞു, പിന്നെ 2. ആദ്യം റെയിൽവേ മന്ത്രി പറഞ്ഞു ഇത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രി പറഞ്ഞു ഇത് വേണ്ടെന്ന് വെച്ചു. ഞാൻ റെയിൽവേ മന്ത്രിക്ക് ഞാൻ ഫോട്ടോ എടുത്ത് 15,000 രൂപ മുടക്കി ഞാൻ ഫോട്ടോ അയച്ചു. ഇവിടെ അയച്ചു, കേന്ദ്രത്തിൽ അയച്ചു, കേരളത്തിൽ അയച്ചു. ഈ ഭവനത്തിന്റെ കാരണന്മാരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് മറുപടിയൊന്നുമില്ല. ഉടൻ എന്തെങ്കിലും നിങ്ങൾ 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം തന്നെ. നിങ്ങൾ റെയിൽവേ ഓടിച്ചോ, 2 പാതയെ കൂടിയോ 10 പാതയെ കൂടിയാണെങ്കിലും ഓടിച്ചോ. ഞങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ തന്നെ തന്നിരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം പറയുകയാണ്. അല്ലെങ്കിൽ ഇത് ശാശ്വതമല്ല ദൈവത്തിന്റെ മുമ്പിൽ. ദൈവ ശിക്ഷ ഏത് മന്ത്രിമാർക്കും ദൈവം കൊടുക്കും. ആകെ ഒരു ദൈവം മാത്രമേ ഉള്ളെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവരെ 3 പേരെ ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മരുന്ന് മേടിക്കലും കഷ്ടപ്പാട് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം വിറ്റാണ് ഇത് 3 സ്ഥലത്തും കൂടി 1 ഏക്കർ 65 സെന്റ് സ്ഥലമുള്ള ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം പറഞ്ഞാൽ തീരുകയില്ല. ഞാൻ പിന്നെ കുറച്ച് പറഞ്ഞു നിർത്തുകയാണ്. ദൈവം എന്നൊരു ശക്തിയിൽ കാണിക്കും.
ദൈവത്തിന്റെ ശക്തി ആർക്കും തടുക്കാൻ പറ്റുകയില്ല. ഒരു മന്ത്രിമാർക്കും, ഒരു കേരള മന്ത്രിക്കും, മുഖ്യമന്ത്രിക്കും, പ്രധാനമന്ത്രിക്കും, റെയിൽവേ മന്ത്രിക്കും കഴിവില്ല. പണവും വിദ്യാഭ്യാസം കൊണ്ടൊന്നും നേടാനില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ദൈവം ഇതെല്ലാം ശരിയാക്കിക്കോളും. ഞങ്ങളുടെ ദുരിതാണ് വീട് വെട്ടലുണ്ട്. ഈ ഒരു വശം മുഴുവൻ മൊത്തം ഇവിടുന്ന് അങ്ങ് മറിഞ്ഞു കിടന്നതാ. അതിന് മരുന്ന് മേടിക്കാൻ കാശില്ല. ക്ഷേമ പെൻഷൻ കിട്ടുന്ന അതും കൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. 1600 രൂപ. അതിപ്പോ 4 മാസത്തെ കെടുപ്പാണ്. ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് 1 മാസത്തെയാണ് തന്നേക്കണത്. അത് 500 രൂപയെ ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ചേക്കും. അപ്പൊ 1000 രൂപ കൊണ്ടു തരുള്ളൂ. അത് ഞാൻ എടുക്കാൻ പോണെങ്കിൽ 500 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. ആ ബാങ്കിൽ പോയി ഞാൻ അത് എടുക്കണേ. അതെന്തിനാ അവിടെ കൊണ്ട് നിർന്നേ ആ ബാങ്കിലേക്ക്? നേരത്തെയും തന്നൂടെ? ഞാൻ തന്നോണ്ടിരുന്ന സാധന അത് 500 ബാങ്കിൽ കൊണ്ടുവന്നിടുക. അതെന്തിനാ? ഈ പൈസയൊന്നും വരുത്. വല്ല ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടിടട്ടെ, അവര് പോയി എടുത്തോളും. ഇത് എനിക്ക് വണ്ടി വിളിക്കണം പോകണമെന്നുണ്ടെങ്കിൽ ആ ആ 500 രൂപ എടുക്കണമെങ്കിൽ ആ 500 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. റെയിൽപാത ഇങ്ങനെ വരുന്ന പ്രതീക്ഷയുണ്ടോ? റെയിൽപാത അത് വരും ഒരു പ്രതീക്ഷയില്ല. എന്നാന്ന് വെച്ചാ എന്റെ ചെറുപ്പം തൊട്ട് റെയിൽപാത തുടങ്ങിയേക്കണേ. എനിക്കിപ്പോ വയസ്സ് 87ആയി. ഒരു റെയിൽപാതയും വരുന്ന മറ്റൊന്നുമില്ല. എന്നാണോ ഈ പര ഇടിഞ്ഞു ഒളിഞ്ഞ് ഞങ്ങൾ ഇതിന്റെ അടിയിൽ കിടക്കണമെന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പൊ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടോ? ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. അതിന്റെ ഞങ്ങൾ കുറച്ച് പൈസ തൽക്കാലം അടച്ച്, ഒരു 10 സെന്റ് സ്ഥലം വിറ്റ് തൽക്കാലം അടച്ച് ജപ്തിയിൽ നിന്ന് ഇപ്പോൾ തൽക്കാലമായിട്ട് ഒഴിവായിരിക്കുക. ബാലൻസ് പൈസ എത്രയും പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പോൾ ജപ്തിയുടെ ദിവസവും ജപ്തിയുടെ കുറേ പേപ്പറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാനോ വേറെ ഒരു മാർഗത്തിലൂടെ ഒന്ന് കടത്തിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല. അതിന് ഒന്നുകിൽ ശബരിമല പാത വന്നം, അല്ലെങ്കിൽ വേറെ പാത വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്ഥലം വിറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ വേണമെങ്കിൽ ഈ കടം തീർത്ത് നമുക്ക് കിട്ടും. 27 കൊല്ലമായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടക്കുന്നില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നും കടവും പലിശയും അവിടെയൊക്കെ വാങ്ങിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വന്നിരിക്കുന്ന പൈസ എല്ലാം ഇപ്പോൾ സൊസൈറ്റിയിലാണ് ബാധ്യത വന്നിരിക്കുന്നത്. സൊസൈറ്റിയിലെ ബാധ്യത പലിശ പോലും അടയ്ക്കാനുള്ള നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. 70 സെന്റ് സ്ഥലം ഇതുണ്ട്. ഇപ്പോൾ ഈ റെയിൽവേ പോകുന്നതിൻ്റെ കൂടാതെ എനിക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞാൻ വെറും 1,70,000 രൂപ വെച്ച് സെന്റിന്, ഇവിടെ 3 ലക്ഷം രൂപ വില വരുന്ന ഈ ഭാഗത്ത് 1,70,000 രൂപ വെച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ ജപ്തിയുടെ പേപ്പർ കാണുന്നത്. ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാൻ വെറും 1,70,000 വെച്ച് 10 സെന്റ് സ്ഥലം വിറ്റ് ആ 17 ലക്ഷം രൂപ സൊസൈറ്റിക്ക് അടച്ചതിന് ശേഷമാണ് നമുക്ക് ഇന്നിപ്പോൾ ഇതിൽ അന്തി ഉറങ്ങാൻ അവർ സമ്മതിച്ചിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് 2 മാസം എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മാസം പോയിട്ട് 4 മാസമായി. ഇനിയിപ്പോൾ അവർ ജനുവരിയിൽ എങ്ങാണ്ട് ജപ്തിയുടെ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. ആ ജനുവരിയിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാതെ, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാതെ ഇതിനൊരു നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായിട്ട് എന്ത് നടപടിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഈ പലിശന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തന്നെ. മുതലിന്റെ ഇരട്ടി ഇപ്പൊ ഞങ്ങൾ ആ 10 സെന്റ് വിറ്റടച്ചു, ആ എടുത്തതിന്റെ ഇരട്ടിയോളം. പിന്നെ ഇനി കിടക്കുവോ നല്ലൊരു തുക വീണ്ടും. അവര് പലിശ കൂട്ടുപലിശ എന്നും പറഞ്ഞുകൊണ്ട് ദിവസവും പലിശ കൂട്ടിക്കൊണ്ടിരിക്കുക. ആ 10 സെന്റ് വിറ്റടച്ചപ്പോ അവര് പറഞ്ഞു ഇത് റെയിൽവേ പോണതായത് കൊണ്ട് ഇതിന് സാവകാശം തരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അവരത് കുറച്ചടച്ചതിന്റെ ആ അടച്ച 17 ലക്ഷത്തിന്റെ ഒപ്പിടാൻ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ഡിസംബർ 30-ന് മുമ്പ് ബാക്കി തരുമെന്നും പറഞ്ഞ് അവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു സൊസൈറ്റിക്കാർ ഞങ്ങളോട്. സാവകാശം തരാമെന്നും പറഞ്ഞ് തന്ന നോട്ടീസാണിത്. അത് കഴിഞ്ഞപ്പോൾ അവർ അത്ര അടച്ചു കഴിഞ്ഞപ്പോൾ പറയണം ബാക്കി. ഇത് വിറ്റ് പോകില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിത് പണ്ടേ തീർത്തേനെ. ചെറിയൊരു തുക എടുത്തതാ ഈ ഒരു കുഞ്ഞു വീട് പണിയാന്. വീടാണെങ്കിൽ അപ്പടി ചോരുകയും ചെയ്യാം. ഒരു രക്ഷയില്ല ഞങ്ങൾക്ക്. എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ. ഈ ശബരി റെയിൽപാതയുടെ ഈ ഭാവിയിലുള്ള പരിപാടി എന്തായിരിക്കും? എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഭാവി പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഭൂതം ഒന്ന് പറയുന്നതാ ഉചിതം. ഇപ്പോ അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ അടുത്തുള്ള മറ്റൂർ വരെയുള്ള സ്ഥലത്ത് റെയിൽവേ ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. കാലടിയിലുള്ള സ്ഥലമാണ്. ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു പാലവും നിർമ്മിച്ചിട്ടുണ്ട്. ഇത് കാട് കയറി നശിച്ചു പോയി.
കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ കൂടി. അപ്പോൾ ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ പാളത്തുകൂടെയൊക്കെ വലിയ വലിയ മരങ്ങൾ വളർന്ന് നിൽക്കുക. അപ്പോൾ ആ പാളമൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. പോരാത്തതിന് റെയിൽവേ സ്റ്റേഷൻ അത് പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായി. ആളുകളിപ്പോൾ അത് കയ്യേറി രാത്രികാലങ്ങളിലൊക്കെ അവിടെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും ഈ സ്റ്റേഷൻ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായിട്ടുണ്ട്. ഒരു ഭാഗം മുഴുക്ക കാട് കയറി കാട്ടിൻ്റെ അകത്താണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. 264 കോടി രൂപയാണ് അത് സർക്കാർ ഇതിന് മുടക്കിയത്. ആ 264 പോയി. സത്യത്തിൽ കാണുമ്പോൾ സങ്കടം വരും. നമ്മുടെ ജനാധിപത്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഉപകാരപ്പെടുന്നതെന്ന് ഒരു തോന്നൽ അത് വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും അത് കരുതേണ്ടതാണ്. ഇതാണ് നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നത്. വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ആ കാഴ്ച ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു ജനാധിപത്യ വിശ്വാസിക്ക് തീർച്ചയായിട്ടും അവന് ഉള്ളിൽ സങ്കടം തട്ടും. ഇങ്ങനെ രാജ്യത്തിൻ്റെ സ്വത്ത് ചോർന്നു പോണ കാണുമ്പോൾ. അത് പാവപ്പെട്ടവന് വല്ല വീടോ വല്ല കക്കൂസൊക്കെ നിർമ്മിച്ചു കൊടുക്കാൻ ഉപയോഗിക്കേണ്ടതിന് പകരം സർക്കാരിൻ്റെ പിടിപ്പില്ലായ്മ എന്ന് വേണി പറയാം. കാരണം ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ച് അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് ഇത്ര വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കണം, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. അങ്ങനെ ഒരു സംവിധാനം കൂടി സർക്കാർ ഒരു പ്ലാനും കൂടി വെക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ ബാധ്യതയിൽപ്പെട്ട് കണ്ണീരും കയ്യുമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു ആശ്വാസ പദ്ധതി ഉടനടി ചെയ്തു കൊടുക്കണം. അവരുടെ ബാധ്യത തീർക്കാനുള്ള ഫണ്ട് തീർച്ചയായിട്ടും സർക്കാർ കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ കൂട്ട ആത്മഹത്യയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം അത്രമേൽ അവരുടെ സങ്കടങ്ങളാണ് അവർ പറയുന്നത്. ശബരി പാതയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.